സർ, ഈ കെ.സി. വേണുഗോപാൽ വേണുഗോപാലിനെ കുറിച്ചൊക്കെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത്. കെ.സി. വേണുഗോപാൽ ഇപ്പൊ പറയുകയാണ് BJP ഒരിക്കലും കേരളം ഭരിക്കില്ല. അതിന് പറയുന്ന കാര്യം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്ന് 50% ഇവിടെ ഉള്ളത്. ഈ 50% ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും BJP വരില്ല. ഒരു വർഗീയ വിഷം തുപ്പിയിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ വർഗീയത പറയുന്നത് BJP എന്നാണ് ഇവർ നിരന്തരം ആരോപിക്കുന്നത്. മോദി ഇവിടെ കേരളത്തിൽ വന്ന് സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കെ.സി. പറയും വർഗീയത പറഞ്ഞിട്ടാണ് പോയതെന്ന്. ഈ അത്തരത്തിൽ പറയുന്ന കെ.സിയും സതീശനും ഒക്കെ പച്ചയ്ക്ക് ഇങ്ങനെ വർഗീയത പറയുകയല്ലേ ചെയ്യുന്നത്? പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ആ വർഗീയതയെ പൊളിച്ചു കാണിച്ചതാണ് നമ്മൾ ഈ വെള്ളാപ്പള്ളിയിൽ കണ്ട ഒരു അപാകത. വെള്ളാപ്പള്ളി ലോകത്തെ ഏറ്റവും വലിയ മോശക്കാരനായതും അപ്പോഴാണല്ലോ. മലപ്പുറത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അതായത് മുസ്ലിം ലീഗിനെ അല്ല പുള്ളി പറഞ്ഞത്, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരെ അല്ലല്ലോ. ഇവരുടെ അജണ്ട ഇപ്പം ഈ കെ.സി. വേണുഗോപാൽ പറയുന്ന അജണ്ടയെന്ന് പറഞ്ഞാൽ അത് ജമാഅത്തിൻ്റെ അജണ്ടയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കൃത്യമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണം. വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കിയുള്ള ഗുണം ഏതാണ്? നമ്മൾ എപ്പോഴും കേരളത്തിൽ പരിശോധിക്കുന്നത് നമ്മളെല്ലാം പറയാറുണ്ടല്ലോ, കേരളത്തിലെ ജനത്തിന് വടക്കേന്ത്യ സംസ്ഥാനങ്ങൾക്കപ്പുറം ഒരു കാര്യമുണ്ട്. ഇവിടെ 3 ജാതിയെ ഒരുപോലെ, അല്ലെങ്കിൽ അവർക്ക് 3 പേരും കൂടെ തീരുമാനിച്ചാൽ മാത്രം അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് കേരളത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രത്യേകത ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടി അധികാരത്തിൽ വരുന്ന അവരാണ്. അപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം ഏകദേശം നടന്നു എന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഗുണമാണെന്നല്ലോ ജില്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മലപ്പുറത്ത് ഏകദേശം പ്രതിപക്ഷമില്ലാതാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ കോട്ടയം, എറണാകുളം, ഈ പറയുന്ന ഇടുക്കിയിലൊക്കെയുള്ള ഈ ക്രിസ്ത്യൻ മേഖലയിൽ നോക്കുമ്പോഴും BJPക്ക് സാന്നിധ്യവുമില്ല. കോൺഗ്രസ്സിന് നേരത്തെ ഉള്ളതിനെക്കാട്ടി അപ്രമാദിത്വം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ച അതേ ഒരു വോട്ടിംഗ് പാറ്റേൺ, പണ്ട് അവർ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അതുപോലെ വന്നിട്ടുണ്ട്. ഈ വോട്ടിംഗ് പാറ്റേൺ നിലനിർത്തി പോകുന്നതിനാവശ്യമായത് എന്താണോ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം, ഏതാണ്ട് BJP ഏതാണ്ട് ലോകത്ത് ഏറ്റവും കൊള്ളുമില്ലാത്ത പാർട്ടിയും, അതായത് മറ്റ് ഈ അല്ലെങ്കിൽ മുസ്ലിം ലീഗും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കുന്ന പ്രവൃത്തിയും ഒക്കെ നല്ല പ്രവൃത്തിയാണെന്നുള്ള രീതിയിലേക്ക് മേയർമാരെ അങ്ങനെ തീരുമാനിക്കും. അതാ നല്ലതെന്നുള്ള രീതിയിലാണ്. അപ്പം ഇത് ഒരു പക്ഷേ കേരളത്തിൽ ഇത് പറയുന്നത് ആരാ? കെ.സി. വേണുഗോപാൽ എന്നുള്ള നായരും അല്ലെങ്കിൽ VD സതീശൻ എന്നുള്ള നായരും പറയുമ്പോൾ കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പറയുന്നതിനകത്ത് വെള്ളാപ്പള്ളി പറയുന്നത് അല്ലെങ്കിൽ ഈ ധ്രുവീകരണം ശരിയല്ല, ഇത് കേരളത്തിന് ഗുണം ചെയ്യത്തില്ല. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ മാത്രമായിട്ട് ആനുകൂല്യം വെട്ടിച്ചുറക്കി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങൾ അവർ മേടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. മറ്റ് പലർക്കും കിട്ടേണ്ട അല്ലെങ്കിൽ പൊതുവേ ഒന്നിച്ച് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ഉറക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. കെ.സി. വേണുഗോപാലിനും VD സതീശനും അല്ല അതുകൊണ്ട് പ്രശ്നം ഉണ്ടായത്. ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വായടയ്ക്കണം. യാഥാർത്ഥ്യങ്ങൾ, ഇതുപോലെ ജനമറിയാത്ത കാര്യങ്ങൾ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടിരുന്നത് ആരാണ്? ഇവിടുത്തെ വർഗീയവാദികൾ തന്നെ. മലപ്പുറത്ത് ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്തിയും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരുമാണല്ലോ. ഈ ജമാഅത്ത് ഇസ്ലാമിയിലെയും അല്ലെങ്കിൽ ഈ ലേബർ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ കസ്റ്റോഡിയനായിട്ട് ഇവിടെ വേണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ തിട്ടൂരം, ഇവിടെ വേണ്ട PFIക്കാരൻ്റെ തിട്ടൂരം, ഇവിടെ വേണ്ട ഈ പറഞ്ഞ പോലെ വർഗീയ തിട്ടൂരം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ബാബറി മസ്ജിദ് ഉൾപ്പെടെ ഉള്ളത് പൊളിച്ചിരുന്ന സമയത്ത് ഇവിടെ വിഷയമുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ അത് വേണ്ട, ഇവിടെ അത്തരത്തിൽ ഉണ്ടാവണ്ട, തളി അല്ലെങ്കിൽ അത്തരം അമ്പലങ്ങളിൽ വിഷയം ഉണ്ടായപ്പോൾ ഇടപെട്ടിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയനായി. ഷാജി പറയുന്നതില്ലേ മതമാണ് പ്രശ്നം. ഇവിടെ ഇരുന്നാ പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്നാ പറയുന്നത്, അവർക്കാണല്ലോ അത് പറയിക്കേണ്ടത്. അപ്പോൾ അതേ രീതിയിൽ മുസ്ലിം ലീഗും അവരുടെ ഭാഗമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളും അവർ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും എത്ര അത് മതേതരത്വം എന്നല്ലേ സതീശൻ പറഞ്ഞേ? അത് മതേതരത്വം എന്നല്ലേ കെ.സി. വേണുഗോപാൽ പറയുന്നേ? അത് മതേതരത്വം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണം എന്ന്, അല്ലെങ്കിൽ അത് പറയുന്നവരെ ആവത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഷാജി പറഞ്ഞത്. അതാണ് ഈ പറയുന്ന മീഡിയ മലയാളത്തിൽ കൂടി പറയിച്ചറിഞ്ഞില്ലേ? മീഡിയ വണ്ണി കൂടെ പറയിച്ചത്. അതായത് അതിനകത്ത് പറഞ്ഞത് അതാണ്. അനുവദിക്കില്ല. അല്ല, ഞാൻ പറയാം, മീഡിയ വണ്ണത് പറഞ്ഞതാ, ഷാജി പറഞ്ഞതാ.
പറഞ്ഞതെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഞങ്ങളുടെ നേതാവ്. എന്തുകൊണ്ട്? വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ പറയുന്ന കാര്യമാണ്. ഇത് തന്നെ ഇപ്പം അത് കേട്ടപ്പം കെ സി വേണുഗോപാൽ വരണ്ടു പോയി. കെ സി വേണുഗോപാൽ അത് വേറൊരു രൂപത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതായത് രണ്ട് രീതിയിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പുള്ളി ഇച്ചിരിയുടെ പരത്തി പറഞ്ഞു, മറ്റേ ആൾ പരത്താതെ പറഞ്ഞു. അപ്പോൾ പരത്തി പറഞ്ഞു. ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ മത്സരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, ഇയാൾക്ക് വേണ്ടി ഇസ്ലാമിസ്റ്റുകളുടെ ഒരു തേരോട്ടം, അവരുടെ താല്പര്യം അനുസരിച്ച് അയാൾ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ വർത്തമാനങ്ങൾ. അപ്പൊ ഇവരുടെ എല്ലാം പിറകിൽ ഇലക്ഷൻ സമയത്ത് ഫണ്ട് പോലും പമ്പ് ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകൾ ആണെന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം അവരുടെ തിട്ടൂരം ഏറ്റു പറയുന്നവനല്ലാത്തവനെ വേറൊരു പാർട്ടിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അകത്താണെങ്കിൽ പോലും നിൽക്കാൻ പറ്റാത്ത, നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ രീതിയിൽ, അതായത് ഈ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണം, അതായത് ഇതുപോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ മറ്റ് ചിലതിൻ്റെയും ഒക്കെ തിട്ടൂരത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ വന്നാൽ, നമ്മളീ പറഞ്ഞില്ല ഇപ്പം മേയറെ തീരുമാനിച്ചെന്ന്, അതായത് ആര് ജയിക്കണം ആര് തോക്കണം എന്ന് ഇവിടുത്തെ PFIക്കാരനും SDPIക്കാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒക്കെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ജനാധിപത്യ സംവിധാനത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത രീതിയിലേക്ക്, ഒരു പാറ്റേണിലേക്ക്, അതായത് ജനത്തെ വേർതിരിക്കുന്നതിനൊക്കെ അവർക്ക് സാധിക്കും. അത് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം കിട്ടാതിരുന്നത് പിടിച്ചു വാങ്ങും. ഒരു ജനാധിപത്യ പാർട്ടിയുടെ ആൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പിടിച്ചു വാങ്ങും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നവരെ കൊണ്ട് ഭരിപ്പിക്കും എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്ന ലക്ഷണത്തിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു തോന്നലല്ലേ? അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് 10-25 സീറ്റ് മാത്രമുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു വ്യക്താവും ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ഞങ്ങൾ തീരുമാനിക്കുന്നത് കേരളത്തിൽ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അവിടെയല്ല, എല്ലായിടത്തും ഭൂരിപക്ഷത്തിൽ വരുന്നതിന് വേണ്ടി MLA-മാരെ സ്വരൂപിക്കാൻ ഈ തിട്ടൂരം മതി. അത് സാധിക്കുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ ഇതർത്ഥം. അപ്പം അത് ഒരു അപകടകരമായ കാര്യമാണ്. അതായത് ജനാധിപത്യമല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നത് നടക്കുന്നത് ജനാധിപത്യമല്ലല്ലോ, അത് സ്വേച്ഛാധിപത്യമല്ലേ. അപ്പം ജനാധിപത്യ രീതിയിൽ കൂടി ആ സ്വേച്ഛാധിപത്യത്തെ ഉരുത്തിരിക്കത്ത രീതിയിൽ ഇവിടുത്തെ മതത്തെ അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ അത് ധ്രുവീകരണോ, വർഗീയ ധ്രുവീകരണോ? ഇതിന് കുറ്റം പറയുന്ന ആര്? ഈ രീതിയിലുള്ള ധ്രുവീകരണം നടത്തുന്നതാണ്, അങ്ങനെ അധികാരത്തിൽ ഇരിക്കുന്നതാണ് BJP എന്ന് പറയുമ്പോൾ BJP അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ കാട്ടിൽ അപകടകരമായിട്ടുള്ള പോക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നയിക്കുന്നു. അത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആണെങ്കിൽ പോലും അത് നാളെ കാലത്തെ വളരെ അപകടകരമായിട്ടുള്ള പോക്കാണ്. ഇത് ഇപ്പം ധ്രുവീകരണത്തിൽ കൂടി അധികാരത്തിൽ വന്നാൽ നാളെ കാലത്തെ മതങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് ഉദാഹരണം, ഇപ്പോൾ എല്ലാ ആൾക്കാരും ഈ വോട്ടിന് വേണ്ടി ആ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പം തന്നെ കുംഭമേള മലപ്പുറത്ത് വന്നില്ലേ? കുംഭമേള മലപ്പുറത്ത് വന്നപ്പം അവിടുത്തെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള വർഗീയത ആണ് മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട്. ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നവന് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നുള്ള തോന്നൽ വന്നുകൊണ്ടാണല്ലോ അവിടെ ഒരു പാലം, മരാമൺ കൺവെൻഷന് പാലം പണിഞ്ഞാൽ കുഴപ്പമില്ല, മറ്റ് പല സമുദായങ്ങളുടെയും പല കാര്യത്തിനും അതിന് വേണ്ട വഴി ഒരുക്കിയാൽ, അല്ലെ ഒരാഴ്ചത്തേക്ക് അങ്ങനെ വഴി ഒരുക്കിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്ത് അവിടെ ഒരു പാലം വന്നപ്പോൾ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പിന്നെ അത് വിഷയമായപ്പോഴാണല്ലോ മാറ്റിയത്. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അവിടെ കുംഭമേള നടക്കുന്നതിനകത്ത് വിഷയമില്ല. അവർ അതിനകത്ത് പ്രശ്നമില്ലാതെ നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു 2, 3, 4% വരുന്ന ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യം സംരക്ഷിച്ചാൽ മുസ്ലിങ്ങളുടെ മൊത്തം വോട്ട് സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ പോകുന്ന ഒരവസ്ഥ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുതന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് കൃത്യമായ ഇസ്ലാമിസ്റ്റ് അജണ്ട KC വേണുഗോപാലിൻ്റെ വായിൽ നിന്ന് കൂടി വന്നിരിക്കുന്നു. അതായത് അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേപോലെ ജമാഅത്ത് ഇസ്ലാമി കേരളം ഭരിക്കും എന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.